അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വ ആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്തജാബ ലഹു റബ്ബുഹു ഫസറഫ അൻഹു കൈദഹുൻ ഇന്നഹു ഹുവസ് സമീഉൽ അലീം എന്ന് വിശദീകരിച്ചു. ഇനി അതിൻ്റെ ഈ ആയത്താണ് ثم بدا لهم من بعد ما رأوا الآيات ليسجننه حتى حين ثم بدا لهم പിന്നീട് അവർക്ക് മാനസാന്തരം ഉണ്ടായി, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ബദാ ലഹും, ഇവിടെ ഈ ബദാ എന്നുള്ളത് തഗയ്യറ റഅയ്, അഭിപ്രായത്തിൽ മാറ്റമുണ്ടായി. ആദ്യത്തെ അഭിപ്രായമല്ല. പിന്നെ ആദ്യം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമെ ജയിലിൽ അടക്കണ്ട എന്നതായിരുന്നു അവരുടെ പക്ഷം. പക്ഷേ അഭിപ്രായം അവർ മാറ്റിയതാണ്. സുമ്മ ബദാ ലഹും, പിന്നീട് അവർക്ക് മനംമാറ്റം ഉണ്ടായി, അല്ലെങ്കിൽ നിലപാടിൽ മാറ്റമുണ്ടായി. എപ്പോൾ മിൻ ബഅദി മാ റഅഉൽ ആയാത്ത്, മിൻ ബഅദി മാ റഅൗ, അവർ കണ്ടതിൽ പിന്നെ, അവരുടെ കാഴ്ചക്ക് ശേഷം. മാ റഅു എന്ന് പറഞ്ഞാൽ മാ എന്നുള്ളത് മസ്ദറാണ്. മാ റഅൗ എന്ന് പറഞ്ഞാൽ റുയത്തുഹും, അവരുടെ കാഴ്ച. മിൻ ബഅദി റുയതിഹിം, അവരുടെ കാഴ്ചയ്ക്ക് ശേഷം എന്നർത്ഥത്തിൽ അവർക്ക് തഗയ്യറ റഅയ്, നിലപാടിൽ മാറ്റമുണ്ടായി, വ്യത്യാസമുണ്ടായി. എന്താണ് അവർ കണ്ടത്? മാ റഅൗ, അവരെന്താ കണ്ടത്? അൽ ആയാത്ത്. ആയാത്ത് എന്ന് പറഞ്ഞാൽ അടയാളങ്ങൾ, ലക്ഷണങ്ങൾ. എന്താണ് അവർ അഭിപ്രായം അതിൽ മാറ്റമുണ്ടായപ്പോൾ അവർ ചെയ്തത്? അവർ പ്രഖ്യാപിച്ചത് ലയസ്ജുനുന്നഹു ഹത്താ ഹീൻ. ലയസ്ജുനുന്നഹു, വല്ലാഹി, ശബ്ദം ഉണ്ട് അവിടെ, വല്ലാഹി ഇല്ല, യസ്ജുനുന്നഹു, അവർ തടങ്കലിൽ പാർപ്പിക്കുക തന്നെ. ഹൂ എന്നാണ് അദ്ദേഹത്തെ, യൂസുഫിനെ. ഹത്താ ഹീൻ, ഒരു കാലം, കുറച്ച് കാലം നടത്തി, അല്ലെങ്കിൽ ഏതാനും കാലം. ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നിരപരാധിയാണെന്നുള്ളവർക്കൊക്കെ ബോധ്യപ്പെട്ട്. അതെങ്ങനെ ബോധ്യപ്പെട്ടത്? പലതുകൊണ്ടാണ് ബോധ്യപ്പെട്ടത്. അവർ റഅഉൽ ആയാത്ത് എന്നാണ്, ആയാത്ത് കണ്ടതിൽ പിന്നെ എന്നാണ്. ആയാത്ത് കണ്ടതിൽ പിന്നെ എന്താ ഈ ആയാത്ത്? തെളിവുകളാണ്, അടയാളങ്ങളാണ്. എന്താണ് അടയാളങ്ങൾ? അവർ കണ്ട അടയാളങ്ങൾ ഒന്ന് ഖുദ്ദ, അല്ലേ, ഖുദ്ദ ഖമീസുഹു മിൻ ദുബുരിൻ, ഈ ഖമീസ് കീറിയത്, അതാണ് ഒരായത്ത്. വേറൊരായത്ത് പുറകുവശത്ത് കീറിയത്. അതേപോലെ തന്നെ സാക്ഷി, ഷഹിദ ഷാഹിദും മിൻ അഹ്ലിയ എന്ന് പറഞ്ഞില്ലേ, ആ സാക്ഷിയാണല്ലോ ഇത് വിധിക്കണത്. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞിട്ട് അദ്ദേഹം വിധിക്കുകയാണ്, തെറ്റ് അവളെടുത്താണ് എന്നുള്ളത്. അത് രണ്ടാമത്തെ ആയത്ത്. പിന്നെ മൂന്നാമത്തെ ആയത്ത്, പട്ടണത്തിൻ്റെ സ്ത്രീകൾ എന്താ ചെയ്തത്? കൈമുറിച്ചു. അപ്പോൾ അവരുടെ ആ കൈ മുറിച്ചത്, അത് മറ്റൊരായത്താണ്. പിന്നെ അവരുടെ ആ വർത്തമാനം, എന്താ അവർ പറഞ്ഞത്? ഹാശലില്ല, അല്ലെങ്കിൽ ഹാശലില്ല, പിന്നെ മഹാദ ബഷറ ഇൻ ഹാദ ഇല്ല മലക്കുൻ കരീം, അവരുടെ ആ വാക്ക്, അതൊക്കെ തെളിവാണ്. ഏറ്റവും വലിയ തെളിവ് അതെന്താ? ഏറ്റവും വലിയ തെളിവ് ആ പെണ്ണ് പറഞ്ഞതാണ്. ആര്? ഈ സുലൈഖ, അല്ലെങ്കിൽ സലീഖ പറഞ്ഞതാണ്. എന്താ അവള് പറഞ്ഞത്? സലീഖ പറഞ്ഞത് പിന്നെ അനറാവത്തുഹു അൻ നഫ്സിഹി, യൂസുഫിന് ഉദ്ദേശമില്ലായിരുന്നു, ഞാനാണ് യൂസുഫിനെ ഉദ്ദേശിച്ചത്, വശീകരിച്ചത്, വല വീശിയത്. ഫസ്താസം എന്ന് പറഞ്ഞത് യൂസുഫ് നന്നായി വിളങ്ങി, യൂസുഫ് നന്നായി പിന്നെ തടഞ്ഞു, പക്ഷെ ഞാനാണ് എന്ത് ചെയ്തത്? വശീകരിച്ചത്. അപ്പോൾ സുലൈഖൻ്റെ വാക്ക്, അപ്പോൾ സുലൈഖൻ്റെ വാക്ക്, പട്ടണത്തിലെ സ്ത്രീകളുടെ വാക്ക്, അവർ കൈമുറിച്ചത്, സാക്ഷിയുടെ മൊഴി, പിന്നെ യൂസുഫിൻ്റെ കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടത്, ഇതൊക്കെ എന്താണ്? ആയത്തുകളാണ്. ഈ ആയത്തുകൾ കണ്ടതിൽ പിന്നേതാണ് മിൻ ബഅദി മാ റഅഉ അൽ ആയാത്ത്, ആയത്തുകൾ അവർ കണ്ടതിന് ശേഷം സുമ്മ ബദാ ലഹും എന്നാണ്. ബദാലെന്നാണ് അവർക്ക് അവരുടെ അഭിപ്രായത്തിലൊരു മാറ്റമുണ്ടായി. അവരതുവരെ യൂസുഫ് നിരപരാധിയാണ്, ജയിലിൽ അടക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ അതിലവർക്ക് തഗയ്യുർ റഅയ് എന്നാണ്. ബദ എന്ന് പറഞ്ഞാലേ, ഞാനിവിടെ എഴുതിയത് ഈ ബദ എന്ന് പറഞ്ഞിട്ടൊരു ആദർശമുണ്ട്. ബദ എന്ന് പറഞ്ഞിട്ട് ഒരാദർശം,
അത് ഷിയാക്കളുടെ അടുക്കലാണ് ആദർശം. ഷിയാക്കൾക്ക് ബദ എന്ന് പറഞ്ഞിട്ടൊരു ആദർശമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൽ ബദ ആരോപിക്കുക. അള്ളാഹുവിൽ ബദ ആരോപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴാണ് ഈ അഭിപ്രായം തിരുത്തേണ്ടി വരിക? ഒരാൾക്ക് തൻ്റെ അഭിപ്രായം നിലവിലെ അഭിപ്രായം തിരുത്തേണ്ടി വരിക എപ്പോഴാണ്? ആദ്യത്തെ നിലപാട് തെറ്റാണെന്ന് പറയുമ്പോഴല്ലേ. അപ്പോൾ അതെന്താണ്? അജ്ഞതയാണ് അറിയിക്കണത്. അജ്ഞത കാരണത്താലാണ് ഒരു നിലപാടെടുത്തത്. പിന്നെയാണ് വിവരം കിട്ടിയത്, അതുകൊണ്ട് നിലപാട് മാറ്റി. ഇത് മേലായ റബ്ബ് സുബ്ഹാനഹുവിലേക്ക് ചേർക്കാൻ പറ്റുമോ? ഇല്ല. ഷിയാക്കൾ അവരുടെ പല അഖീദകളുണ്ട്. അതിൽ ഒരു അഖീദയാണ് ഈ ബദായി എന്നുള്ളത്. അവർ അള്ളാഹുവിലേക്ക് ഈ ബദായിനെ ചേർത്തു. അത് പിന്നെ ഈ ഷിയ ഇമാംമാർക്ക് ഇമാമത്ത് നൽകുന്നതുമായി ബന്ധപ്പെട്ടും ഒരു ഇമാമിന് കിട്ടിയില്ല, വേറെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട്, അത് അള്ളാഹ്ക്ക് ഇങ്ങനെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ സുബ്ഹാനല്ലാഹ് ഒരു പഴച്ച വിശ്വാസമാണത്. ഏതായാലും അതാണ് ഇവിടെ ഈ ബദ എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത. അവരുടെ തങ്ങളുടെ നിലപാട് മാറ്റിയതാണ്. ബദാലഹും മിൻ ബഅദി മാ റഅഉൽ ആയാത്ത്. എന്താണ് അവരുടെ നിലപാട് മാറ്റിയിട്ട് അവർ പറഞ്ഞത്? ലയസ്ജുനുന്നഹു, അവർ യൂസുഫിനെ ജയിലിൽ പാർപ്പിക്കുക തന്നെ, ജയിലിലിടുക തന്നെ. യസ്ജുനൂന, ഇങ്ങനെയൊക്കെയാണത്. പിന്നെ പിന്നെ നുഹു. ഈ നൂന് കളയപ്പെട്ട് ഈ വാവ് കളയപ്പെട്ട് പിന്നെ യസ്ജുനുന്ന എന്നാക്കി. ഇവിടെ അവർ എന്നാണ്, അവൻ എന്നല്ല എന്നുള്ളതിൻ്റെ അടയാളം ഈ വാവാണ്. പക്ഷേ ആ വാവ് കളഞ്ഞിട്ട് ഇവിടെ ദമ്മ് നിലനിർത്തി. അതുകൊണ്ടാണ് ലസ്ജുനുന്ന, അവർ എന്ന് നമ്മൾ പറഞ്ഞത്, അല്ലാതെ അവൻ എന്നല്ല അവിടെ അർത്ഥം. അവൻ എന്നായിരുന്നെങ്കിൽ യസ്ജുനന്ന എന്നാണ്, യസ്ജുന എന്നാ കൊടുക്കുക. പക്ഷെ ഇവിടെ ദമ്മ് കൊടുത്തപ്പോൾ അവർ എന്നുള്ളതാണ് ഈ വാവ് കളഞ്ഞതിൻ്റെ അടയാളമാണത്. അലാ കുല്ലിൻ അവരാണയിട്ട് പറഞ്ഞു ലയസ്ജുനന്നഹു, തങ്ങൾ യൂസുഫിനെ ജയിലിൽ അടക്കുക തന്നെ ചെയ്യും. ഹത്ത ഹീൻ, ഹീൻ എന്നാണ് എന്താ? ഹീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം എന്നാണ്. നമ്മളിവിടെ ഹീനുൻ കേട്ടിട്ടുള്ളത്. ഹൽ അത അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ. ഹീൻ എന്നുള്ളത് സമയത്തിന് പറയും, വഖ്ത്. അത് ചിലപ്പം കുറഞ്ഞ കാലയളവാകാം, ചിലപ്പോൾ കൂടിയ കാലയളവാകാം. അതിൻ്റെ നിർണിത പരിധിയില്ല. ഹത്ത ഹീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാലം എന്ന് അർത്ഥം വെക്കാം, കുറച്ച് കാലം എന്ന് അർത്ഥം വെക്കാം. ഏതായാലും യൂസുഫിനെ ജയിലിലടക്കാൻ അവർ തീരുമാനിച്ചു. അവർ ജയിലടച്ചപ്പോൾ 1 മാസം, 2 മാസം, 1 കൊല്ലം, 2 കൊല്ലം അതൊന്നും പറഞ്ഞില്ല. പിന്നെ ഒരു കുറേ കാലത്തേക്ക് അങ്ങോട്ട് യൂസുഫിനെ ജയിലിലിടുക തന്നെ എന്ന് അവർ തീരുമാനിച്ചു എന്നാണ് അവിടെ പറയുന്നത്. ലയസ്ജുനുന്നഹു ഹത്ത ഹീൻ. അത് എന്തുകൊണ്ട്? ആ സ്ത്രീൻ്റെ വർത്താനാണ്. ലഇല്ലം യഫ്അൽ മാ ആമുറുഹു, ഞാൻ പറയുന്നത് അവൻ കേട്ടില്ല എങ്കിൽ, ചെയ്തില്ല എങ്കിൽ എന്താ? അവൻ ജയിലടക്കപ്പെടുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ വല യകൂന മിന സഗരി എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഒന്നുകിൽ അവർ പറഞ്ഞത് കേൾക്കുക, അല്ലെങ്കിൽ ജയിൽ. ഇതാണ് ജയിൽവാസം വഹിച്ചിട്ട് നിന്ദ്യനാവുക, അതല്ലെങ്കിൽ അവർ പറയുന്നത് ചെയ്യുക. ഇത് രണ്ടാലൊന്ന് തിരഞ്ഞെടുക്കാനേ അവസരമുള്ളൂ. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അവർ പറഞ്ഞത് അതിന് നിൽക്കുന്നതിന് പകരം റബ്ബിസ്സിജ്നു അഹബ്ബു ഇലൈ എന്ന് അദ്ദേഹം ദുആ ചെയ്തത്, ജയിൽ മതി എന്ന്. അപ്പോൾ പെണ്ണാണ് വിധിച്ചത്, ഞാൻ പറഞ്ഞ കേട്ടില്ലെങ്കിൽ ജയിലിലാക്കും എന്നുള്ളത്. ആ പെണ്ണ് പറഞ്ഞത് കേട്ട് ചെയ്യാൻ വിധേയത്വമുള്ള ഒരാളായിരുന്നു ഭർത്താവ്. അതുകൊണ്ട് തന്നെ ഭർത്താവിനും അതാണ് ബദാലഹും, അവർക്ക് എന്നാണ്. അവർക്ക് എന്ന് പറഞ്ഞാൽ ആയിരിക്കാം? ഭർത്താവിനും. അതേപോലെ തന്നെ ഭർത്താവ് അവിടുത്തെ അധികാരിയല്ലേ, അസീസ് മിസ്റാണ്. അപ്പോൾ ഭർത്താവിനും ഭർത്താവിൻ്റെ പരിവാരങ്ങൾക്കും അവർക്ക് നിലപാടിൽ മാറ്റമുണ്ടായി എന്നാണ് പറഞ്ഞത്. ഭർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിവാരം അത് ചെയ്യൂലേ, കിങ്കരന്മാരത് ചെയ്യും. അതുകൊണ്ട് തന്നെ അവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ജയിലിലടക്കുക തന്നെ എന്ന് പറഞ്ഞ് അവർ അദ്ദേഹത്തെ ജയിലിലടച്ചു എന്നുള്ളതാണ്. അവിടെ നിരപരാധിയാണ്, തീർത്തും ഒരു പ്രവാചകനാണ്. പക്ഷേ എന്നിട്ടും അദ്ദേഹം ജയിലിൽ കഴിയേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അത്
യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അളവിൽ വലിയൊരു പരീക്ഷണമല്ലേ. പരീക്ഷണത്തിൻ്റെ തുടർച്ചയാണ് ചെറുപ്പം മുതൽ. നമ്മൾ ഇപ്പോൾ സുഹൃത്ത് യൂസുഫിൻ്റെ തുടക്കത്തിൽ അദ്ദേഹത്തെ പിതാവിൽ നിന്ന് അടർത്തുന്നത്, ആ അടർത്തുന്ന കാലയളവിൽ സഹോദരങ്ങൾക്കുണ്ടാകുന്ന അസൂയൻ്റെ പെരുമാറ്റം എന്തായിരിക്കും? അതും 1-2 ആളുകളല്ല, പിന്നെയോ 9 പേരുണ്ട്, 10 പേരുണ്ട്. പിന്നെ അവർ കൊണ്ടുപോയിട്ട് കിണറ്റിലിടുന്നത്, അത് കിണർ എന്ന് പറഞ്ഞെങ്കിൽ ആ കിണറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, ഖയാബാത്തുൽ ജുബ്ബാണ്, അല്ലെങ്കിൽ ഖയാബത്തുൽ ജുബ്ബാണ് കിണറ്റിലിടുന്നത്. പിന്നെ ആ കിണറ്റിൽ യൂസുഫ് കിടക്കുന്നത്, പിന്നെ അവിടുന്ന് എടുക്കപ്പെടുന്നത്, പിന്നീട് കൊണ്ടുപോയിട്ട് അടിമച്ചന്തയിൽ വിൽക്കുന്നത് തുടങ്ങിയുള്ള പരീക്ഷണങ്ങൾ, അതാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ അതിലേറെയൊക്കെ കടുത്ത പരീക്ഷണമാണ് ഇപ്പോൾ ഈ കൊട്ടാര ജീവിതത്തിൽ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത്. പിന്നെ സുലൈഖയിൽ നിന്ന്, പട്ടണത്തിലെ സ്ത്രീകളിൽ നിന്നും ഒക്കെ ഉണ്ടായ വിഷയം. ഇപ്പോൾ താൻ തീർത്തും നിരപരാധിയാണ്, കുറ്റമൊന്നുമില്ല. പറയുമ്പോൾ വാദിയുണ്ട്, പ്രതിയുണ്ട്. പ്രതി പറയാണ് അനറാവത്തു അൻ നഫ്സിഹി ഫസ്തഅസം എന്ന് പറയാണ്, എന്നിട്ടും ജയിലിൽ കിടക്കേണ്ടി വന്നു അല്ലേ. അപ്പോൾ പ്രവാചകന്മാർ ആകുന്ന മഹത്തുക്കൾ ഈ ദുനിയാവിൽ പരീക്ഷയ്ക്ക് വിധേയരായിട്ടുണ്ടെങ്കിൽ അല്ലേ. അതുകൊണ്ട് ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ പിന്നെ ഇതിൽ സംഭവം ശരിയാണ്. ഇതിൽ കുറേ ഞാൻ ഇപ്പോൾ ചില ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ സ്നേഹത്തിൻ്റെയും പ്രേമത്തിൻ്റെയും കാമത്തിൻ്റെയും അനുരാഗത്തിൻ്റെയും ഒക്കെ കുറേ വിഷയങ്ങളുണ്ടെങ്കിലും അതേപോലെ തന്നെ കുറേ ഇതുപോലത്തെ പാഠങ്ങളുണ്ട്. ഒരു കവി പറഞ്ഞില്ലേ, സമാനിയത്തുൻ തജ്രി അലന്നാസി കുല്ലിഹിം, സമാനിയത്തുൻ തജ്രി അലന്നാസി കുല്ലിഹിം ഫലാ ബുദ്ദ ലിൽ ഇൻസാനി യൽഖ സമാനിയ സുറൂറുൻ വഹുസ്നുൻ വജ്തിമാഉൻ വഫുർഖത്തുൻ ഉസ്റുൻ വയുസ്റുൻ സുമ്മ സുഖ്മുൻ വആഫിയ എന്നാണ്. സമാനിയത്തുൻ 8 കാര്യങ്ങൾ. പണ്ട് കാലങ്ങളിൽ ഇത് പണ്ഡിതന്മാർ കുട്ടികളെ പഠിപ്പിക്കും. സമാനിയത്തുൻ 8 കാര്യങ്ങൾ. തജ്രി അലന്നാസി കുല്ലിഹി എന്നാണ്. എല്ലാ മനുഷ്യന്മാരിലും ഈ 8 കാര്യങ്ങൾ സംഭവിക്കും. ആരും ഇതിന്ന് ഒഴിവില്ല. ഈ 8 കാര്യങ്ങൾ തജ്രി അലന്നാസി കുല്ലിഹി ഫലാബുദ്ദലിൽ ഇൻസാനി അൽഖ സമാനിയ എന്ന 8 കാര്യം അത് എല്ലാ മനുഷ്യന്മാരും അഭിമുഖീകരിച്ചേ തീരൂ. ഫലാബുദ്ദലിൽ ഇൻസാനി അൽഖ സമാനിയ. എന്നിട്ട് ആ 8 കാര്യം എന്താ? അതാണ് സുറൂറുൻ വഹുസ്നുൻ, സന്തോഷവും സന്താപവും, സന്തോഷം ദുഃഖം. വജ്തിമാഉൻ വഫുർഖത്തുൻ, ഇജ്തിമാ എന്ന് പറഞ്ഞാൽ സന്ധിക്കൽ, ഫുർഖത്ത് എന്ന് പറഞ്ഞാൽ വേർപിരിയൽ. എല്ലാവർക്കും എല്ലാവരുടെ അളവിലും ഉണ്ട്. പിന്നെ ഉസ്റുൻ വയുസ്റുൻ, ഉസ്ർ എന്ന് പറഞ്ഞാൽ ഞെരുക്കം, യുസ്ർ എന്ന് പറഞ്ഞാൽ എളുപ്പം, ആശ്വാസം. സുമ്മ സുഖ്മുൻ വആഫിയ, രോഗവും സൗഖ്യവും. ഈ 8 കാര്യങ്ങൾ, സന്തോഷം ദുഃഖം, കൂടിച്ചേരൽ കൂട്ടുപിരിയൽ, പിന്നെ പ്രയാസം എളുപ്പം, രോഗം സൗഖ്യം. ലാബുദ്ധ അയ്യൽക്കസമൻ, എല്ലാ മനുഷ്യരും ഇത് അഭിമുഖീകരിക്കും ജീവിതത്തിൽ എന്നാണ്. ഇപ്പം എത്ര നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളിപ്പോൾ പിന്നെ സന്തോഷിച്ച ആളുകൾക്ക് എന്നും സന്തോഷം, നിത്യസന്തോഷം ആർക്കും പറഞ്ഞിട്ടില്ല അല്ലേ. സങ്കടപ്പെടേണ്ട അവസ്ഥകൾ വരും. അതേപോലെ തന്നെ കൂട്ടുകൂടിയവർ ഇന്നല്ലെങ്കിൽ നാളെ ലാസിം പിരിയേണ്ടി വരും. പിന്നെ നമ്മൾ മുമ്പറല്ലേ, ഒരു ഉമ്മ കുട്ടികളെ പിന്നെ ഗുഹയിലാക്കിയിട്ട് വർഗ്ഗ ശേഖരിക്കാൻ പോയി. വന്ന് നോക്കുമ്പോൾ 9 കുട്ടികളെ ഗുഹയിലാക്കിയിട്ടാണ് പോയത്. വന്നപ്പോൾ 9 കുട്ടികളുടെയും മേലെ മല ഇടിഞ്ഞു വീണ് കുട്ടികൾ ഗുഹയിലാകപ്പെട്ട്. 9 കുട്ടികൾ. ഇന്നത്തെ കാലം പോലെ അന്നത്തെ കാലം കാട്ടിലാണ്. ആരും വിളിച്ചാൽ ഓടി വരാനോ രക്ഷപ്പെടുത്താനോ സാധന സാമഗ്രികളൊന്നുമില്ല. അപ്പോൾ ഉമ്മ കുറച്ച് നേരമൊക്കെ അവിടെ നോക്കിയപ്പോൾ ചിലരുടെയൊക്കെ ഏങ്ങലൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ പിന്നെ കഴിഞ്ഞപ്പോൾ എല്ലാവരും മണ്ണിനടിയിൽ അവർ മരിച്ചു എന്ന് ഉറപ്പായപ്പോൾ അവർ പോരുമ്പോൾ അവർ പറയാണ്, റബ്ബൈതുഹും തിസ്അതൻ ഹത്താ ഇദ തസഖു ഉഫ്രിതു മിൻഹും കഖർനിൽ അഅദബിൽ വാഹിദി വകുല്ലു ഉമ്മിൻ വഇൻ സറത് ബിമാ വലദത് യൗമൻ സതഫ്ഖിദു മൻ റബ്ബത് മിനൽ വലദി എന്നാണ്. 9 എണ്ണത്തിനെ ഞാൻ പോറ്റി വളർത്തി വലുതാക്കി, ഇപ്പം ഞാൻ അവരിൽ നിന്ന് ഒറ്റപ്പെട്ടു. ഏതുമ്മ എത്ര സന്തോഷിച്ചാലും ഒരു നാളിൽ ഉമ്മ കുട്ടികളിൽ നിന്ന് ഒറ്റപ്പെടണം, അല്ലെങ്കിൽ കുട്ടികൾ ഉമ്മയിൽ നിന്ന് വേർപിരിയണം. അതുകൊണ്ട് തന്നെ അവരെ ആശ്വസിച്ച് മടങ്ങി എന്നുള്ളതാണ്. അതാണിപ്പോൾ നമ്മളെത്ര
പിന്നെ മുറിയാതെ ചേർന്ന് നിന്നാലും ഒരു നാളിൽ പിരിയണം എന്നുള്ളത്. അതേപോലെ തന്നെ എളുപ്പവും ഞെരുക്കവും രോഗവും പിന്നെ സൗഖ്യവും ഇതൊക്കെ മനുഷ്യന്മാർക്ക് പറഞ്ഞാണ്. ആ ദുനിയാവിലാണ് നമ്മളുള്ളത്. അതാണ് ദുനിയാവിൻ്റെ പ്രത്യേകത. ഇവിടെ നമ്മൾക്ക് ഇതിലുള്ള വിഷയം അതാണ്. യൂസുഫ് അലൈഹിസ്സലാം, അതും അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹമാണ് ഈ ജയിലിൽ പ്രവേശിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കി എത്ര ഒരു പിന്നെ വിഷമത്തിൻ്റെയും ടെൻഷൻ്റെയും ഹാലായിരിക്കും അത് എന്നുള്ളത്. അതും അഹമ്മദ് ഷൗക്കിക്ക് ഒരു കവിത ഉണ്ടായിട്ടുണ്ട്. ജനൽ ജമാലു അലാ നസ്രിൻ ഫഗറബഹു മിനൽ മദീനത്തി തബ്കി വയബ്കിഹ എന്നാണ്. ജനൽ ജമാൽ എന്നാണ്, സൗന്ദര്യം വിനയായി എന്നുള്ളതാണ്. അന്യായം കാണിച്ചു. ജനൽ ജമാലു അലാ നസ്രിൻ, നസറിനെ അത് നസർ ബിനു ഹജ്ജാജ് ഇബ്നു ഇലാത്ത് എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി ഉണ്ടായിരുന്നു മദീനയിൽ, ഉമർ റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലത്ത്. ഇതിൽ ഈ നസറിൻ്റെ വാപ്പ ഹജ്ജാജ് ഇബ്നു ഇലാത്ത് അൽ ബഹ്സി സഹാബിയാണ്. നസ്രാസമ്മതങ്ങളുടെ കാലത്ത് ഇസ്ലാം സ്വീകരിച്ച സഹാബിയാണ്. പക്ഷേ ഈ നസർ സഹാബിയല്ല, മകൻ. പക്ഷെ അദ്ദേഹം ഭയങ്കര സുന്ദരനായിരുന്നു, വളരെ സുന്ദരനായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം കാരണത്താൽ മദീനയിൽ പിന്നെ സ്ത്രീകൾ ഈ നസറിനാൽ പിന്നെ പരീക്ഷിക്കപ്പെട്ടു. മാത്രമല്ല നസറാണെങ്കിലോ അദ്ദേഹത്തിന് പിന്നെ ഈ ചില ചേഷ്ടകളുണ്ടായിരുന്നു. അത് കാരണത്താൽ തന്നെ ഈ നസർ ഉമർ ഒരിക്കൽ ഇങ്ങനെ നടന്നു പോവുകയാണ് മദീനയിൽ. അപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ കേൾക്കുകയാണ്, എന്താ അറിയോ, ഹൽമിൻ സബീലിൻ ഇലാ ഹംറിൻ ഫ അഷ്റബുഹ വ അമ്മിൻ സബീലിൻ ഇലാ നസ്രബിൻ അല്ലാജി എന്നാണ്, നസ്രബിൻ ഹജ്ജാജി എന്നാണ്. അതായത് ഹൽമിൻ സബീലിൻ ഇലാ ഹംറിൻ ഫ അഷ്റബുഹ, മദ്യം കള്ളു കുടിക്കാൻ വല്ല വഴിയുണ്ടോ കുടിക്കാൻ, അതല്ല അമ്മിൻ സബീലിൻ ഇലാ നസ്രബിൻ ഹജ്ജാജി എന്നാണ്, നസ്രബിൻ ഹജ്ജാജിൻ്റെ അടുക്കലേക്ക് പോകാൻ വല്ല വഴിയുണ്ടോ എന്നാണ് ഒരു പെണ്ണ് പറയുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല ഇതെന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ആരെ ഈ നസർ ബിൻ ഹജ്ജാജ് ചോദിക്കാൻ. അപ്പോൾ പറയുന്നത് ഇന്നൊരു വ്യക്തിയാണെന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ചു, നസർ ബിൻ ഹജ്ജാജിനെ വിളിച്ചപ്പോൾ പിന്നെ അദ്ദേഹം ഇങ്ങനെ മുടിയൊക്കെ വളർത്തി വളരെ സുന്ദരനാണ്. അപ്പോൾ ആ മുടി പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ കൂടുതൽ അദ്ദേഹം വശീകൃതനായി. അവസാനം മൂപ്പരം ബസ്രയിലേക്ക് പോകാൻ പറഞ്ഞു. ബസ്രയിലേക്ക് മാറ്റി പാർപ്പിച്ചു. കാരണം അതൊരു ശിക്ഷയായിരുന്നു അദ്ദേഹത്തിന്. കാരണം അദ്ദേഹം ഈ ശാരീരിക പ്രകൃതി ഉള്ളതോടൊപ്പം അദ്ദേഹത്തിന് ചില ചേഷ്ടകളുണ്ടായിരുന്നു സ്ത്രീകളുടെ നേരെ. അതുകൊണ്ടാണ് സ്ത്രീകൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ അമ്മിൻ സബീലിൻ ഇലാ നസ്രബിൻ ഹജ്ജാജി എന്നൊക്കെ പാടുന്ന അവസ്ഥ വന്നത്. അതിനെക്കുറിച്ചാണ് പറയുന്നത് അഹ്മദ് ഷൗക്കി പറയുന്നത്. എന്ത് ജനൽ ജമാലു അലാ നസ്രിൻ ഫഗറബഹു, സൗന്ദര്യം നസ്റിന് വിനയായി. ഫഗറബഹു, അതുകൊണ്ട് തന്നെ അമീറുൽ മുഅ്മിനീൻ ഉമർ അദ്ദേഹത്തെ ബസറയിലേക്ക് ഗറബഹു, നാട് കടത്തി. മിനൽ മദീനത്തി, എവിടുന്ന് നാട് കടത്തുന്നത്? മദീനയിൽ നിന്നാണ്. തബ്കി വയബ്കിഹ എന്നാണ്, മദീന കരയുന്നു, മദീനയ്ക്ക് വേണ്ടിയിട്ട് നസർ കരയുന്നു. അത് കവിതയിലുള്ള കേട്ടോ. ഉമർ നാട് കടത്തിയത് പിന്നെ മദീന കരയും വിധ ഉള്ള കേസായതുകൊണ്ടല്ല. ഉമർ നാട് കടത്തിയത് അദ്ദേഹത്തിൻ്റെ ചില വിഷയങ്ങൾ കൊണ്ടാണ്. അലാക്കുല്ലി ഞാൻ പറഞ്ഞത് ഈ ജനൽ ജമാൽ അലാ നസർ എന്ന് പറഞ്ഞത് അതുപോലെയാണ് ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഉണ്ടായ ഈ ഒരു ഫിത്ന, സൗന്ദര്യം അദ്ദേഹത്തിന് പ്രയാസം തീർത്ത വിഷയം. അലാക്കുല്ലി പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അഴികൾ എണ്ണാൻ വിധിക്കപ്പെട്ടു, അകാരണമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയാണ്, വദഖല മഅഹു സിജ്ന ഫതയാൻ ഖാല അഹദുഹുമാ ഇന്നി അറാനി ആസിറു ഖംറ വഖാല അൽ ആഖറു ഇന്നി അറാനി അഹ്മിലു ഫൗഖ റഅസി ഖുബ്സ തഅകുലു അത്വൈറു മിൻ നബ്ബിനാ ബിതഅ്വീലിഹി ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. വദഖല മഅഹു സിജ്ൻ, ദഖല മഅഹു, യൂസ് എന്നാണ്, യൂസുഫിൻ്റെ കൂടെ പ്രവേശിച്ചു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവേശിച്ചു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ജയിലിലേക്ക് കൊണ്ടുവന്നപ്പോൾ കൂടെ രണ്ടാളും, അത് രണ്ടാണ്. അതാണ് ദഖല മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവേശിച്ചു. അസ്സിജിന ആ ജയിലിൽ യൂസുഫ് അടക്കപ്പെട്ട ആ ജയിലിൽ പ്രവേശിച്ചു. ഫതയാനി എന്ന് പറഞ്ഞാൽ ഫത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുവാവ്, ഫത യുവാവ്, ഈ പ്രായപൂർത്തി കഴിഞ്ഞ് യൗവനത്തിലേക്ക് പ്രവേശിച്ച ആൾ, അതിനാണ് ഫത. ഇന്നഹും ഫിതിയത്തുൻ എന്ന് പറഞ്ഞാൽ ഷബാബുൻ, യുവാക്കൾ.
ഫതയാനി വൈദ് ഖാല മൂസ ലി ഫതാഹു. മൂസ തൻ്റെ ഫതയോട് പറഞ്ഞില്ലേ. ഫത എന്നുള്ളത് ഏകവചനം, ഫതയാനി ദ്വിവചനം, ഫിത്തിയത്തുൻ ഫിത്തിയാനുൻ എന്നൊക്കെ പറഞ്ഞാൽ ബഹുവചനം. 2 യുവാക്കൾ സിജ്നിൽ പ്രവേശിച്ചു. ഈ 2 യുവാക്കൾ സർഹും ബുർഹും എന്നൊക്കെയാണ് അവരുടെ പേര് ചരിത്രത്തിൽ. സർഹും എന്നൊരാളെ പേര്, ബുർഹും എന്ന് മറ്റൊരാളെ പേര്. ഒരാളതിൽ സാഹിബ് ഷറാബ് ലിൽ മലിക്, രാജാവിന് സാഹിബ് ഷറാബായിരുന്നു. എന്താ പാനം ജലം അല്ലെങ്കിൽ പാനീയം ഒരുക്കുന്ന ആളായിരുന്നു. മറ്റൊന്ന് സാഹിബു തആം, രാജാവിന് ഭക്ഷണം ഒരുക്കുന്ന ആളായിരുന്നു. ഈ 2 യുവാക്കൾ, ഒന്ന് സാഹിബു തആമിൽ മലിക്, മറ്റൊന്ന് സാഹിബു ഷറാബിൽ മലിക്. രാജാവിന് പാനീയം ഒരുക്കുന്ന ആൾ അതായിരുന്നു ഒരു യുവാവ്. അപരൻ രാജാവിന് ഭക്ഷണം ഒരുക്കുന്ന ആളായിരുന്നു എന്നുള്ളതാണ്. അവർ ജയിലിൽ കിടക്കാനുള്ള കാരണം ചരിത്രത്തിൽ ചില തഫ്സീറുകൾ കൊടുത്തിട്ടുണ്ടത്. അസീസിൻ്റെ ഭാര്യൻ്റെ ഈ വിഷയം ഉണ്ടല്ലോ, വിഷയം അവർ കൊട്ടാരത്തിനുള്ളിലുള്ളവരാണല്ലോ. ഇത് പുറത്ത് പാട്ടായല്ലോ. പട്ടണത്തിലെ സ്ത്രീകൾ ഇത് കൊട്ടിപ്പാടിയതപ്പോഴാണ്, ഈ കൊട്ടാരത്തിന് ലീക്കായപ്പോഴാണ്. നമ്മൾ പറഞ്ഞില്ലേ ഈ ജുദറാനിന് ചെവി ഉണ്ട് എന്നറിയില്ലേ. ലിൽ ജുദറാനി ആദാൻ എന്നാണ്, ചുമരുകൾക്ക് ചെവി ഉണ്ടാവുന്നതാണ്. ചുമരുകളുടെ ചെവി ആരാ? ഇതേപോലത്തെ കൊട്ടാരത്തിനുള്ളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഏതായാലും ഇവർ ഈ വാർത്ത ഈ പട്ടണത്തിലെ സ്ത്രീകളിലേക്ക് ഒറ്റിയത് കാരണത്താലാണ് ജയിലിൽ അടച്ചത് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. വേറെ ചിലർ പറയുന്നത് അങ്ങനെയല്ല. ഈ രാജാവിനൊരു ശത്രു രാജാവ് ഉണ്ടായിരുന്നു. ആ ശത്രു രാജാവിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, ഈ രാജാവിനെ കൊല്ലാൻ വേല ഒപ്പിച്ചു. ആ ശത്രു രാജാവ് ഇവരോട് പറഞ്ഞ് രാജാവിന് ഭക്ഷണപാനീയം ഒരുക്കുമ്പോൾ അതിൽ വിഷം വെക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഇവരെന്ത് ചെയ്തു, വിഷം വെക്കാൻ തീരുമാനിച്ചു വന്നു. പക്ഷേ പാനീയം ഒരുക്കുന്ന ആൾക്ക് മനസ്താപം ഉണ്ടായി വിഷം വെക്കാൻ. അതുകൊണ്ട് തന്നെ അയാൾ വിഷം വെച്ചില്ല. ഒരാൾ ഭക്ഷണം കൊണ്ടുവന്നു, അവരൻ പാനീയം കൊണ്ടുവന്നു, രാജാവിന് മുന്നിൽ വെച്ചു. അപ്പോൾ ഒരാൾ വിഷം വെച്ചിട്ടുണ്ട്, ഭക്ഷണം ഉണ്ടാക്കിയ ആൾ എന്തിട്ട് വിഷം വെച്ചിട്ടുണ്ട്. മറ്റേ ആൾ വിഷം വെക്കാൻ ഉദ്ദേശിച്ചാണ്, പക്ഷേ അദ്ദേഹം മനസ്താപം ഉണ്ടായിട്ട് അദ്ദേഹം അത് ഒഴിവാക്കി. അപ്പോൾ ഇത് കാണുകയാണ്, ഇവർ കൊണ്ടുവന്ന് വെച്ചിട്ട് രാജാവ് തിന്നണം കുടിക്കണം കാണുകയല്ലേ. അപ്പോൾ ഈ വെള്ളം കൊണ്ടുവന്ന് വെച്ചവൻ വിഷം വെച്ചിട്ടില്ല. അവന് രാജാവ് ഭക്ഷണം കഴിക്കാൻ അത് കണ്ടപ്പോൾ അവൻ പറഞ്ഞു, രാജാവേ അതിൽ വിഷം നിങ്ങൾ കഴിക്കരുതെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു. അപ്പോൾ മറ്റവൻ പറഞ്ഞു, പാനീയത്തിലും വിഷമുണ്ട്, അത് നിങ്ങൾ കുടിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ഇവരോട് 2 ആളോട് കുടിക്കാൻ തിന്നാൻ പറഞ്ഞു. വെള്ളം കൊണ്ടുവന്നവനോട് കുടിക്കാൻ പറഞ്ഞു, വെള്ളം കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഓന് വിഷം വെച്ചിട്ടില്ല, ഓനെ കുടിച്ച്. ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചവനോട് ഭക്ഷണം തിന്നാൻ പറഞ്ഞു. അപ്പോൾ അവൻ കൂട്ടാക്കിയില്ല, കാരണം അവനക്കറിയാൽ വിഷമുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് മൃഗത്തിന് കൊടുത്തപ്പോൾ മൃഗം ചത്ത്. പക്ഷേ ഇവർ 2 ആളും പറഞ്ഞല്ലോ അതുണ്ട് ഇതിലുണ്ട്. അപ്പോൾ ഇവരുടെ ഉള്ളുകൾ ഇതുണ്ട്. അത് കാരണത്താലാണ് ഇവർ 2 ആളെയും എന്ത് ചെയ്ത് ജയിലിലാക്കിയത്. അങ്ങനെയാണ് ഇവർ ജയിലിൽ വന്നതാണ് ചരിത്രം. കൂടുതൽ ചരിത്ര ഗ്രന്ഥങ്ങളും പറയുന്നത് അങ്ങനെയാണ് ഇവർ ജയിലിലായത്, ഈ 2 യുവാക്കൾ. അലാ കുല്ലിൻ വദഖല മഅഹു സിജ്ന ഫതയാനി ഖാല അഹദുഹുമാ ഇന്നി അറാനി അഅസിറു ഖംറ വഖാല അൽ-ആഖറു ഇന്നി അറാനി അഹ്മിലു ഫൗഖ റഅസി ഖുബ്സ. ഖാല അഹദുഹുമാ, ഈ 2 യുവാക്കളിൽ ഒരാൾ പറഞ്ഞു, ഇന്നി അറാനി. എന്താ ഇന്നി അറാനി? ഇന്നി തീർച്ചയായും ഞാൻ, അറാനി എന്നെ കാണുന്നു, അഅസിറു ഖംറൻ. അഅസിറു എന്ന് പറഞ്ഞാൽ എന്താ? അസീർ, അസീർ, അസറയും അസിർ അല്ലെങ്കിൽ അസറ എന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെ പിഴിഞ്ഞുണ്ടാക്കണേന്നാണ് പറയാം, പിഴിയുക എന്നുള്ളത്. ഇന്നി അറാനി അസിറു ഖംറൻ. ഇത് ഈ ഖംറൻ എന്ന് പറഞ്ഞാൽ എന്താ? ഖംറ് പിഴിയോ അതോ പിഴിഞ്ഞിട്ടുണ്ടാണല്ലേ ഖംറ്? മുന്തിരിയാണ് പിഴിയുക അല്ലെങ്കിൽ പഴമാണ് പിഴിയുക, അപ്പോഴാണ് ഇത് സാധനം ഉണ്ടാവുക അല്ലേ. അതുകൊണ്ട് പക്ഷേ ഇവിടെ പ്രയോഗം നോക്കി നിങ്ങൾ, ആസിറു ഖംറ് എന്ന് പറഞ്ഞാൽ മുന്തിരിച്ചാറ് അല്ലത്. ഖംറ് എന്ന് പറയുമ്പോൾ എന്താ സംഭവം? ആസിറു ഉനബൻ എന്നാണ്. മുന്തിരിയാണ് അവരെന്ത് ചെയ്യുന്നത്? പിഴിയുന്നത് അല്ലേ. ഇവിടെ മാ യഊലു ഇലൈഹിൽ അമ്രാണ്. മുന്തിരി പിഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എന്തിനാണ് ഇത് പിഴിയണത്? അത് ഖംറ് ആവാനാണ്. അതുകൊണ്ട് അങ്ങനെ ഭാഷയിൽ പ്രയോഗിക്കും, ഭാഷയിൽ അങ്ങനെ പറയും. ആസിറു ഖംറൻ എന്ന് പറയും.
മുന്തിരിയാണ് പിഴിയുന്നത്, പക്ഷേ അത് മദ്യമാകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ വീഞ്ഞാകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രയോഗിക്കും, അതിൽ തെറ്റില്ല, അങ്ങനെ ഭാഷയിൽ പ്രയോഗിക്കും. ഇന്നി അറാനി ആസിറു ഖംറൻ വഖാലൽ ആഖറു ആഖറു അപരൻ പറഞ്ഞു. വഖാലൽ ആഖറു, ഈ രണ്ട് യുവാക്കളിൽ ഒരാൾ പറഞ്ഞു ഇത്. വഖാലൽ ആഖറു, അപരൻ പറഞ്ഞു. ഇന്നി അറാനി, ഞാൻ എന്നെ കാണുന്നു. അഹ്മിലു ഫൗഖ റഅസി, അഹ്മിലു ഞാൻ വഹിക്കുന്നു, ഫൗഖ റഅസി എൻ്റെ തലമുകളിൽ. ഫൗഖ റഅസി എന്ന് പറഞ്ഞാൽ അലാ റഅസി, ഫൗഖ റഅസി തലമുകളിൽ ഞാൻ വഹിക്കുന്നു. ഖുബ്സൻ, ഖുബ്സ് റൊട്ടി വഹിക്കുന്നു. തഅകുലു ത്വയ്റു മിൻഹു, തഅകുലു ത്വയ്റു പക്ഷികൾ തിന്നുന്നു, മിൻഹു അതിൽ നിന്ന്, മിനൽ ഖുബ്സ് ഈ റൊട്ടിയിൽ നിന്ന്. ഇവിടെ ഇന്നി അറാനി എന്നുള്ളതിൽ ഉണ്ടല്ലോ, ഞാനെന്നെ കാണുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കാഴ്ചയാണത്? സ്വപ്ന കാഴ്ചയാണ്. അവിടെ സ്വപ്ന കാഴ്ചയാണ്. കണ്ണുകൊണ്ടുള്ള സാധാ കാഴ്ചക്ക് എന്താ പറയാം? അറ എന്ന് തന്നെ പറയാം. റ കണ്ടു, അറ കാണുന്നു എന്നാണ് പറയാം. പക്ഷെ ഇവിടെ സ്വപ്ന കാഴ്ചയാണ് എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ അർത്ഥം പറയുന്നത്? അറാനി പറഞ്ഞാൽ ഞാൻ എന്നെ കാണുന്നു കണ്ണുകൊണ്ട് കണ്ണുള്ളതിന് അറാനി എന്ന് തന്നെ പറയാം. ഇപ്പം ഞാൻ നഗ്ന നേത്രം കൊണ്ട് എന്നെ കാണുന്നുള്ളതിന് അറാനി എന്നാണ് പറയാം. ഇവിടെ സ്വപ്ന കാഴ്ചയാണ് എന്നുള്ളത് അറിയിക്കുന്നത് ഇതാണ്. നബ്ബിഇനാ ബിതഅ്വീലിഹി, നബ്ബിഇനാ ബിതഅ്വീലി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് അവർ പറയാണ്, നബ്ബിഇന, താങ്കൾ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ, ബിതഅ്വീലിഹി, ഈ കാഴ്ചയുടെ വ്യാഖ്യാനം. ഇതിൽ നിന്ന് മനസ്സിലായി ഇവർ കണ്ടത് എന്താണ്? സ്വപ്നാണ് എന്നുള്ളത്. ഇവർ ഈ രാജാവൊന്നും എന്തല്ല, ഇസ്ലാമിലൊന്നുമല്ല, അവർക്ക് അങ്ങനെ അള്ളാഹുവിലുള്ള അങ്ങനെ അചഞ്ചലമായ വിശ്വാസമോ കാര്യമല്ല. അതുകൊണ്ടാണ് ഇവിടെ പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയേണ്ടത്, ഇന്നി തറക്തുമില്ല തഖൗമില്ല യുഅ്മിനൂന ബില്ലാഹി വഹും ബിൽ ആഖിറതി കാഫിറൂൻ എന്ന് പറയുന്നത് അവരെ ഉദ്ദേശിച്ചാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അന്ന് ഖംർ കുടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം സർവ്വസാധാരണമാണ്. അതിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന കാലത്തൊക്കെ എന്താ, കള്ള് നീന്തി കുളിക്കാൻ മാത്രം കള്ളാണ്. ഇദാമി അബൂ മിഹ്ജൻ അസ്സഖഫി സഹാബി അല്ലേ, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടും പരീക്ഷിക്കപ്പെട്ടിരുന്നു മദ്യത്തിൻ്റെ വിഷയത്തിൽ. ചില സഹാബികളൊക്കെ പിന്നെ പലതവണ മദ്യപിച്ചിട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ 2-3 പ്രാവശ്യം പിടിച്ചിട്ട് ശിക്ഷയ്ക്ക് വിധേയനായ ഒരാളെ കൊണ്ടുവന്നപ്പോൾ അള്ളാഹു ശപിക്കട്ടെ എന്ന് പറഞ്ഞ ആളുകൾ എത്ര പ്രാവശ്യമാണ് ഇത് കൊണ്ടുവരുന്നതെന്ന് വെച്ചിട്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കുന്നുണ്ട്, അങ്ങനെ ശപിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അബൂ മിഹ്ജൻ സഖഫിയാണ് പറഞ്ഞത്, ഇദാമിത്തു ഫദ്ഫിന്നി ഇലാ ജംബിക റമതി, പിന്നെ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ മുന്തിരി വള്ളിൻ്റെ ചോട്ടിൽ മറമാടണം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജാഹിലിയത്തിൽ, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ്. ഹംസ റളിയല്ലാഹു തആല അൻഹു, ഹംസ റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ അന്ന് മദ്യം ഹറാമാക്കിയിട്ടില്ല. മദ്യം ഹറാമാക്കുന്നതിന് മുമ്പ് മദീനയിൽ ഹിജറയ്ക്ക് ശേഷം ഹംസ നന്നായി മദ്യപിച്ച് അലി റളിയല്ലാഹു തആല അൻഹു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ അലി റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കാനാകുമ്പോഴത്തേക്ക് 2 ഒട്ടകങ്ങളെ റെഡിയാക്കിയിരുന്നു. അതും പിന്നെ ഇദ്ഖിർ പുല്ലരിഞ്ഞ് വിറ്റ് കാശുണ്ടാക്കിയിട്ട് 2 ഒട്ടകങ്ങളാണ് വാങ്ങിയത്. അങ്ങനെ ആ 2 ഒട്ടകങ്ങളെ ഒരു അൻസാരിയുടെ വീട്ടിൽ വളർത്തി, നല്ല ഉഷാർ ഒട്ടകങ്ങളേനി. ഹംസ റളിയല്ലാഹു തന്നെ മദ്യപിച്ച് വന്നിട്ട് അതിൻ്റെ 2ൻ്റെയും വയറ് കീറി, ജീവനുള്ളതിൻ്റെ വയറ് കീറി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അലി ഓടി വന്നിട്ട് വിഷമം പറയുന്നുണ്ട്, ഇങ്ങനെ ഹംസ ചെയ്തത്. അപ്പോൾ ഹംസ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇന്ന ആളുടെ വീട്ടിലിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് ഓടി ചെല്ലുകയാണ്. അപ്പോൾ ഹംസൻ്റെ അടുത്തിൽ കയ്യിൽ കത്തിയാണ്, ആകെ കണ്ണിങ്ങനെ കറങ്ങുക ഹംസ. അങ്ങനെ വിശ്വാസ മതങ്ങൾ ചെന്നപ്പോൾ റസൂലുള്ളാഹിനെ ഇങ്ങനെ നോക്കുകയാണ്, അടി മുതൽ മുടി വരെ നോക്കിയിട്ട് കയ്യിൽ കത്തി. എന്നിട്ട് നിങ്ങളൊക്കെ അബ്ദുൽ മുത്തലിബിൻ്റെ അടിമകളാണെന്നൊക്കെ പറയണത്. അബ്ദുൽ മുത്തലിബ് പറഞ്ഞാൽ ഹംസ റളിയല്ലാഹുവിൻ്റെ ഉപ്പ, അടിമകളാണെന്നൊക്കെയാണ് പറയുന്നത്. റസൂലുള്ള ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ഓടിയാൻ ചെന്നിരുന്ന റസൂലുള്ള ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ മടങ്ങിയിട്ട് വേഗം പോകുന്നതാണ്. ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു ഈ ഖംറിനാളുള്ള പരീക്ഷണം. അത് ജാഹിലിയത്തിൽ ഇസ്ലാം ക്രമേണയാണല്ലോ അത് ഹറാമാക്കിയത്. ആദ്യം ഒറ്റയടിക്ക് മദ്യം ഹറാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർത്താൻ കൂട്ടാക്കുന്ന ആളുകളല്ല, അത്രമേൽ അതിൻ്റെ അടിമകളായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ, പിന്നെ
യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സലാത്ത വ അൻതും സുകാറ, ലഹരി ബാധിച്ച് നിങ്ങൾ നിസ്കാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞ് പിന്നെയാണ് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫജ്തനിബൂഹു ലഅല്ലക്കും തുർഹമൂൻ എന്നുള്ള ആയത്തൊക്കെ ഇറക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഹൽ അൻതും മുൻതഹൂൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ശൈലി കൊണ്ടുവന്നത്. ഞാനിവിടെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഈ അമവി ഖലീഫ അബ്ദുൽ മലിക് ബിൻ മർവാൻ ഒരു കവി അഖ്തലിനെ അൽ അഖ്തൽ എന്നിട്ടൊരു കവി ഉണ്ടായിരുന്നു. അയാൾ നസ്രാനിയായിന്. ഗൗസ് ബിൻ ഗിയാസ് അത്തഗ്ലബി എന്ന് പറയുന്ന അൽ അഖ്തൽ അമവി ഖിലാഫത്തിലാണ്. അബ്ദുൽ മലിക് ബിൻ മർവാൻ രാജാവായിരിക്കെ അമവികളുടെ ഔദ്യോഗിക കവിയാണ് ഈ അഖ്തൽ. അല്ലേ, അഖ്തൽ രാജാവ് ഇരിക്കുന്ന കൊട്ടാരത്തിലേക്ക് വന്ന് അഖ്തൽ വന്നപ്പോൾ പിന്നെ രാജാവ് കവിത എല്ലാം പറയണം. അവരുടെ ഔദ്യോഗിക കവിയല്ല, കവിത എല്ലാം പറയണം. ഇസ്തൻഷദനി അൻഷിദിനി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ യാ അമീറുൽ മുഅ്മിനീൻ ഖദിയ ബി സഹൽഖി ഫമുർ മൻ യസ്ഖീനി പറയുന്നു. എൻ്റെ തൊണ്ട പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ആരോടെങ്കിലും എനിക്ക് വല്ലതും കുടിക്കാൻ തരാൻ പറയാൻ പറയുന്നത്. ആരോട് എനിക്ക് കുടിക്കാൻ തരാൻ കൽപ്പിക്കാൻ പറയാം. അപ്പോൾ അമീറുൽ മുഅ്മിനീൻ ഇരുന്ന് പറയാണ് ഉസ്ഖൂഹുമാൻ, വെള്ളം കൊടുക്കാൻ പറയാണ്. അപ്പോൾ അയാൾ പറയാണ്, കവി പറയാണ് ഷറാബുൽ ഹമീറ എന്തിനാ കസീർ, വെള്ളമോ അത് കഴുത കുടിക്കണമല്ലേ, അത് ഇഷ്ടം പോലെ ഉണ്ട് നമ്മളെ നാട്ടിൽ തന്നെ, നമ്മളടുത്ത് തന്നെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ പറയാണ് സ്കൂഹു ലബനൻ, എന്നാൽ പാൽ കൊടുക്കാൻ പറയാണ്. അപ്പോൾ അമീറുൽ മുഅ്മിനീൻ ഫുത്തിംതു അൻഹു, പാലോ അത് ഞാൻ 2 വയസ്സായപ്പോൾ നിർത്തിയ കാര്യമാണ്, പാലിലല്ല. അപ്പോൾ പറയാണ് സ്കൂഹു ആസല, എന്നാൽ തേന് കൊടുക്കാൻ പറയാണ്. അപ്പോൾ പറയാണ് ഷറാബുൽ മരീദ്, തേന് രോഗിക്കല്ലേ. അപ്പോൾ അമീറുൽ മുഅ്മിനീൻ ചോദിക്കണം അതാ തുരീദ്, എന്താ വേണ്ട ചോദിക്കണം. അപ്പോൾ പറയാണ് ഇസ്ഖിനി ഖംറൻ, കള്ളേറാൻ പറയാണ്. അമീറുൽ മുഅ്മിനീൻ ഭരണാധികാരിനോട് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെട്ടാണ് ഭരണാധികാരി, എന്നെ ലൗല ഹുർമത്തൊക്കെ ഇന്ധന ലഫാൽത്ത്, നിങ്ങൾക്ക് ഇവിടെ ഒരു ആദരവുണ്ട്, അതില്ലായിരുന്നെങ്കിൽ കഥ അയക്കായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പുറത്താക്കിയപ്പോൾ പുറത്ത് പോയിട്ട് ഈ രാജാവിൻ്റെ ഭൃത്യനുണ്ട് അവിടെ, ജോലിക്കാരോട് പറയാണ് അമീറുൽ മുഅ്മിനീൻ ഇസ്തൻഷദനി, അമീറുൽ മുഅ്മിനീൻ കവിത പറയാൻ പറഞ്ഞു, കത് സഹില സൗത്തീൻ, കൊച്ച വരുന്നില്ല, അതുകൊണ്ട് ഇസ്കിനി ഖംറ എന്ന് പറയാണ്, കള്ളേറാൻ പറയാണ്. അപ്പോൾ അയാൾ വേഗം കള്ളു കൊടുക്കുകയാണ്. അപ്പോൾ പറയാണ് പിന്നെ ഒരു ചഷക കൊടുത്തത്. അപ്പോൾ പറയാണ് പിന്നെ ഇസ്കിനി ഉഖ്റ, ഒന്നും കൂടിയും തരാൻ പറഞ്ഞു, ഒരു ചഷകം കൂടി. അപ്പോൾ 2 ചഷകം കൊടുത്തു. അപ്പോൾ പറയാണ് ഇത് രണ്ടും വയറ്റി കിടന്നിട്ട് അടിയാണ്, അതുകൊണ്ട് ഇസ്കിനി സാലിസൻ, മൂന്നാമത് ഒന്നും കൂടി തരാൻ പറയണം. അപ്പോൾ കൊടുത്തപ്പോൾ പറയാണ് കത് പിന്നെ എന്താണ് ഇതിൽ മൈലി, ഇപ്പം 3 എണ്ണം കുടിച്ചപ്പോഴേ ഇത് ഒരു ഭാഗത്തേക്ക് ചായയാണ്, അത് ഒന്നും കൂടി തരാൻ പറയണം നേരെ നിൽക്കാൻ. അപ്പോൾ 4ാമത് ഒന്നും കൂടി കൊടുത്തതാണ്. അങ്ങനെ 4 ചഷകം കുടിച്ചതിന് ശേഷം പിന്നെ അമീറുൽ മുഅ്മിനീൻ്റെ മുന്നിൽ വന്നിട്ട് ഇദ്ദേഹം വാചാട്ടോപ്പിയായിട്ട് പാടിയെന്നാണ്. ഖഫൽ ഖതീനു വറാഹു മിൻക വബ്തകറു എന്നറിട്ട് മുപ്പരി സുന്ദരമായിട്ട് കവിത പാടി. അത് കേട്ടപ്പോൾ അമീറുൽ മുഅ്മിനീൻ പറയണേ ലികുല്ലി ഖൗമിൻ ഷാഇർ, എല്ലാ ആളുകൾക്കും കവികളുണ്ട്. വഷാഇർ ബനി ഉമയ്യത്തൽ അഖ്തലു, ബനു ഉമയ്യ രാജകുടുംബത്തിൻ്റെ കവി അഖ്തലാണെന്ന് പറയുന്നത്. അത്ര സുന്ദരമായിട്ട് മൂപ്പര് പാടിയെന്നാണ്. അമീറുൽ മുഅ്മിനീൻ ചോദിക്കുന്നുണ്ട് യാ അഖ്തൽ അസ്ലിം, അഖ്തൽ ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറയുന്നത്, അതാണ് നമ്മുടെ വിഷയം കേട്ടോ. അഖ്തൽ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നു പറയുന്നത് എങ്കിൽ ഫൈ സ്വത്തിൽ നിങ്ങൾക്ക് തരാം 10,000 തരാം എന്നൊക്കെ അമീറുൽ മുഅ്മിനീൻ പറയുന്നുണ്ട് അബ്ദുൽ മലിക്. അപ്പോൾ ഇയാൾ പറയാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഫകൈഫൽ ഖംർ, കള്ള് കുടിക്കാൻ പറ്റുമെന്ന്. കള്ളിൻ്റെ കാര്യം എന്താ, കള്ളു കുടിക്കാൻ പറ്റും ഇസ്ലാം സ്വീകരിച്ചെന്ന് പറയാണ്. അപ്പോൾ പിന്നെ ലാ ഖൈറഫി, അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു കൊടുക്കാൻ ലാ ഖൈറഫീഹി അവ്വലു ഹാല മുറുൻ വാഖിറു ഹാല സുക്റുൻ എന്ന് പറയുന്നത്. കള്ളിലൊരു ഖൈറുമില്ല, തുടക്കത്തിൽ കയ്പ്പാണ്, ഒടുക്കത്തിൽ ലഹരിയാണ്. എന്തിനാണ് കുടിക്കുന്നത് എന്നുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയാണ് അമീറുൽ മുഅ്മിനീൻ നിങ്ങളെ പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന ബൈനഹുമാല മൻസിലത്തൻ, തുടക്കത്തിൽ കയ്പ്പാണ്, ഒടുക്കൽ ലഹരിയാണ്, പക്ഷെ അതിനിടയിലൊരു മൻസിലത്ത്, ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിലാണ് പിന്നെ എന്തായാലും ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. അതാണ് അത് പിന്നെ അവർണ്ണനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അത് അമീറുൽ മുഅ്മിനീൻ അറിയില്ല എന്ന് പറയണം. പിന്നെ ഇതിൽ ചില വിഷയങ്ങളുണ്ട്. പിന്നെ അദ്ദേഹം പറയാണ് എനിക്ക് വേണ്ടത് ഇസ്ലാമല്ല, അദ്ദേഹം പറയുന്നത് എന്താ പറയുക, എനിക്ക് വേണ്ടത് ധർമ്മക്കുമിൻ ധർമ്മിക്കും ഹാദ വലഹ്മുൻ വഹമ്രുൻ, എനിക്ക് വേണ്ടത് നിങ്ങളുടെ ഈ ഗോതമ്പ് മാവാണ്, ലഹ്മ് മാംസാണ്, പിന്നെ ഹമറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ചോദിച്ചു എന്നാണ്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
കള്ളിങ്ങനെ മദ്യം ഇത് ഈ ചാരായ ഇത് ആണെങ്കിലും അതുകൊണ്ട് ലോകം ഭയങ്കരമായിട്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പണ്ട് കാലം മുതലേ. ഇസ്ലാസൽ മതങ്ങൾ ഇവിടെ നിയുക്തമാകുമ്പോൾ അതിൻ്റെ ലഹരിയായിരുന്നു ആളുകൾക്ക്. ഇസ്ലാസൽ മതങ്ങൾ നിയുക്തമായതിന് ശേഷം കണ്ടു. അപ്പോൾ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണം കഴിഞ്ഞ് അമവികളുടെ ഭരണത്തെ എടുക്കണമെന്ന് ഞാൻ ഈ പറഞ്ഞത്. അല്ലാഹു മുസ്തആൻ. ഖാല അഹദുഹുമാ ഇന്നി അറാനി അസിറു ഖംറ വഖാല അൽ ആഖറു ഇന്നി അറാനി അഹ്മിലു ഫൗഖ റഅസി ഖുബ്സ തഅകുലു തൈറു മിൻ നബ്ബിനാ ബിതഅവീലിഹി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയോട് ഇവർ പറയുകയാണ്, ഞങ്ങളോട് പറയൂ ബിതഅവീലിഹി, അതിൻ്റെ വ്യാഖ്യാനം. നബ്ബ ബി എന്നാണ് പറയുക, പ്രസ്താവിക്കുക, പറയുക എന്നുള്ളതിന്. അതാണ് ഈ ബി. നബ്ബിനാ ബിതഅവീലിഹി, ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം, ഈ കാഴ്ചയുടെ വ്യാഖ്യാനം പറയൂ. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. ഇന്ന എന്ന് പറഞ്ഞാൽ കാരണം, ഞങ്ങൾ, കാരണം തീർച്ചയായും ഞങ്ങൾ, നറാക താങ്കളെ കാണുന്നു, മിനൽ മുഹ്സിനീൻ. മിനൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളിൽ. മുഹ്സിൻ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, ഇഹ്സാൻ പടപ്പുകളോടുണ്ട്, ഇഹ്സാൻ പടച്ചവനോടുണ്ട്. പടച്ചവനോടുള്ള ഇഹ്സാൻ എന്താ? അള്ളാഹു കാണുന്നു എന്ന ബോധത്തിൽ ഇബാദത്ത് ചെയ്യുക, പേടി ഉണ്ടാവുക, അതൊക്കെയാണ്. പടപ്പുകളോടുള്ള ഇഹ്സാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നല്ല പെരുമാറ്റം. ഇസ്ലാം മതങ്ങൾ ഇന്നല്ലാഹു മുഹ്സിൻ യുഹിബ്ബുൽ ഇഹ്സാൻ എന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹു മുഹ്സിനാണ്, റഹ്മക്കല്ലാ, അള്ളാഹു ഇഹ്സാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞില്ലേ, അതെപ്പോഴാണ് പറഞ്ഞത്? ഒരാൾ അറക്കണ സമയത്ത് മൃഗത്തെ കടത്തിയിട്ട് കത്തി മുറിച്ച് വിടണ കണ്ടപ്പോഴാണ്. പിന്നെ അറക്കുമ്പോൾ മാന്യമായിട്ട് അറക്കണം, മൃഗത്തെ കിടത്തിടുന്നതിൻ്റെ മുമ്പ് കത്തിയൊക്കെ മുറിച്ച് കൂട്ടണം, പിന്നെ വേഗം അറുത്ത് മൃഗത്തിന് പിന്നെ അതിന് ആശ്വാസം നൽകണം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ പടപ്പുകളോടും ഉള്ള സൽപെരുമാറ്റം അത് ചെയ്യുന്നവനാണ് മുഹ്സിൻ. പിന്നെ അള്ളാഹിനോടും ഇഹ്സാനുണ്ട്. ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നറാക മിനൽ മുഹ്സിനീൻ, ജയിലിൻ്റെ ഉള്ളിലാണ്, ജയിലിനകത്താണ്. പക്ഷേ അവിടെയും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ നല്ല പെരുമാറ്റത്തിൽ അത് റബ്ബിനോടും അതേപോലെ തന്നെ റബ്ബിൻ്റെ പടപ്പുകളോടും വർത്തിച്ചത് കാരണത്താലാണ് ഇവർക്ക് ഈ ഒരു സാക്ഷ്യം, ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. ഖാല ലാ യഅതീകുമാ തആമുൻ തുർസഖാനിഹി ഇല്ലാ നബ്ബഅതുകുമാ ബിതഅവീലിഹി ഖബ്ല അൻ യഅതിയകുമാ ദാലികുമാ മിമ്മാ അല്ലമനി റബ്ബി ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹി വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. അതാണ് പറഞ്ഞത് ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ട് അത്തരം ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ അറിയാൻ പറ്റും എന്നുള്ള നിലക്ക് സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ വ്യാഖ്യാനിക്കുന്ന പതിവ് അന്ന് കാലങ്ങളിലുണ്ടല്ലോ. ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇതൊന്നുമായിട്ട് ബന്ധമില്ലാത്ത രാജാവ് സ്വപ്നം കണ്ടപ്പോൾ ഇനി അറ സബ ബക്കറാത്തിൻ സിമാനി എന്നൊക്കെ പറഞ്ഞില്ലേ, നബീന ഇതിൻ്റെ തെവിയിൽ പറഞ്ഞു തരുമെന്നൊക്കെ പറഞ്ഞില്ലേ. ഏതായാലും അതിൻ്റെ കാരണം ഇതാണ്. ചില തഫ്സീറുകളിൽ ഇവർ സ്വപ്നം കണ്ടിട്ടില്ല ശരിക്ക്. പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു ബ്ലണ്ടർ അങ്ങനെ ഉണ്ടല്ലോ, ആ രീതിയിൽ ഇവർ പറഞ്ഞതാണ്. പിന്നെ ഞങ്ങളിങ്ങനെ സ്വപ്നം കണ്ടവരുണ്ടാക്കി പറഞ്ഞാണ് ഇങ്ങനെ. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് എന്ത് ചെയ്തു, പിന്നെ ഇത് പറഞ്ഞു കൊടുത്തു എന്നാണ്. ശരിയല്ല അത്, സ്വപ്നം കണ്ടു ഞാൻ വ്യാഖ്യാനിച്ചു. യൂസുഫ് നബി അല്ലേ അലൈഹിസ്സലാം. ഇവിടെ ഇനി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ രണ്ടു പേർക്ക് ഒരാവശ്യമുണ്ട്. അതെന്താ രണ്ടുപേരുടെ ആവശ്യം? അവർ കണ്ട സ്വപ്നത്തിന് വ്യാഖ്യാനം പറയണം എന്നുള്ളതാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഒരാവശ്യമുണ്ട്. അതെന്താ? അതാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആവശ്യം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആവശ്യമാണ് ഇത്. ഇവിടുന്നാണ് പറയാൻ പോണത് ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹി വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. പിന്നെ വത്തബഅതു മില്ലത ആബാഇ ഇബ്രാഹിമ ഇസ്ഹാഖ വ യാഖൂബ് മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈഇ എന്ന് പറഞ്ഞിട്ടുള്ള വിഷയമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അതാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, അദ്ദേഹം പിന്നെ മുൻഗണന നൽകുന്നത്. ഇതിനാണ് ഇംതിഹാസുൽ ഫുർസ എന്ന് പറയാം, അവസരത്തെ മുതലെടുക്കുക എന്നുള്ളത്. നമ്മളുടെ ആവശ്യം അത് പിന്നെ നിർവഹിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം പറഞ്ഞതാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇത് പറഞ്ഞ ഉടനെ തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹുവിൻ്റെ വഹയുണ്ട്. സംഭവം ഈ വിവരം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അറിയാം, ഇതിൻ്റെ വ്യാഖ്യാനം എന്തെന്നറിയാം. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ വ്യാഖ്യാനം പറഞ്ഞെങ്കിൽ ഇവർ കിട്ടിയതായിട്ട് ഇപ്പോൾ അവർ പോവും. പിന്നെ മാത്രമല്ല ഇതിൽ ഒരാൾക്ക് പിന്നെ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല. കാരണം എന്താ, ഒരാൾ
ഒരാൾ കൊല്ലപ്പെടാൻ പോണ ആളാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ പിന്നെ പിന്നെ കൊട്ടാരത്തിൽ ജോലി തുടരും, അപരൻ കൊല്ലപ്പെടുമെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഞാളോട് ഇനി എന്ത് ഓതിയിട്ടും കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ വ്യാഖ്യാനം പറയൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്ത് പിന്തിപ്പിച്ചു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അറിയാം വ്യാഖ്യാനം, പക്ഷേ അത് പറയാനുള്ള ടൈമിനെ പിന്തിപ്പിച്ചു. അതാണ് ഖാല ലാ യഅ്തീകുമാ തആമുൻ തുർസഖാനിഹി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഖാല ലാ യഅ്തീകുമാ, നിങ്ങൾ ഇരുവർക്കും എത്തുകയില്ല. ലാ യഅ്തീകുമാ, നിങ്ങൾ ഇരുവർക്കും എത്തുകയില്ല. എന്ത്? തആമുൻ, ഭക്ഷണം, തുർസഖാനിഹി, നിങ്ങൾക്ക് റിസ്ക്കായിട്ട് കനിയപ്പെടുന്ന. ഈ ജയിലിലല്ലേ, ജയിലിൽ ഓരോ ടൈമിലല്ലേ, അപ്പോൾ നിങ്ങൾക്ക് അന്നമായി കനിയപ്പെടുന്ന താം, ഭക്ഷണം നിങ്ങൾക്ക് എത്തുകയില്ല. അത് എപ്പോഴായാലും ഞാൻ രാത്രി പറയാ അല്ലെങ്കിൽ രാവിലെ പറയാ ഇങ്ങനൊന്നും പറയില്ല. നിങ്ങൾക്ക് തിന്നാനുള്ള ഭക്ഷണം അതെപ്പോഴാണോ എത്തുന്നത് അതിന് മുമ്പായിട്ട് ഇല്ലാ നബ്ബഅ്തുകുമാ ബിതഅ്വീലിഹി, ഇല്ലാ നബ്ബഅ്തുകുമാ, നിങ്ങൾ ഇരുവരോടും ഞാൻ പറയാതെ, ബിതഅ്വീലിഹി, ആ കണ്ടതിൻ്റെ വ്യാഖ്യാനം. ലാ യഅ്തീകുമാ തആമുൻ തുർസഖാനിഹി, നിങ്ങൾക്ക് റിസ്ക്കായി നൽകപ്പെടുന്ന തആമ് നിങ്ങൾക്ക് എത്തുകയില്ല. ഇല്ലാ നബ്ബഅ്തുകുമാ ബിതഅ്വീലി, അത് ഇതിൻ്റെ തഅ്വീൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ. ഖബ്ല അൻ യഅ്തിയകുമാ, ഖബ്ല അൻ യഅ്തിയകുമാ, നിങ്ങൾക്ക് അത് എത്തുന്നതിന് മുമ്പ്. ദാലികുമാ മിമ്മാ അല്ലമനി റബ്ബി. ദാലികുമാ എന്നാണ് എന്താ? ദാലിക എന്ന് പറഞ്ഞാൽ അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരൽ, വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ദാലികുമ രണ്ടാളോട് പറയുന്നത് കൊണ്ടാണ് ദാലികുമ എന്ന് പറഞ്ഞത്. കുറേ ആളുകളോടാണെങ്കിൽ ദാലിക്കും എന്നാ പറയാം. ഫദാലികുന്നല്ലദീ ലുംതുന്നനി ഫീ എന്ന് പറഞ്ഞത് ഇതിനു മുമ്പ് ദാലികുന്ന സ്ത്രീകളോടാണ്. അപ്പോൾ ദാലികുമ അത് മിമ്മ അല്ലമനി റബ്ബി, എന്താ എൻ്റെ റബ്ബ് എന്നെ പഠിപ്പിച്ചതിൽ നിന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എൻ്റെ റബ്ബ് എന്നെ പഠിപ്പിച്ചതിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കണ്ട, ഇത് പറഞ്ഞു കൊടുത്തില്ല, സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തില്ല. ഇനി പറയാനേ പോകണുള്ളൂ. അമ്മ അഹദുക്കുമ എന്നിട്ട് ഇനി ഇത് പറയാനേ പോകണുള്ളൂ. പക്ഷേ അതിനു മുമ്പ് തന്നെ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരും. അത് ഭക്ഷണം നിങ്ങൾക്ക് തിന്നാനുള്ളത് എത്തുന്നതിന് മുമ്പ് പറഞ്ഞു തരും. പക്ഷേ അത് എൻ്റെ വകയല്ല, പിന്നെയോ എൻ്റെ റബ്ബ് എന്നെ പഠിപ്പിച്ചതിൽ നിന്നാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. നോക്കി നിങ്ങൾ, നബിയുല്ലാ യൂസുഫ് അലൈഹിസ്സലാം അദ്ദേഹത്തിന് വഹയുണ്ട്. പക്ഷേ അദ്ദേഹം ഈ ഒരു ഇത് കണ്ടല്ല, ഈ സ്വപ്ന വ്യാഖ്യാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇവർ ഈ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയിലൊരു ഒരു പിന്നെ തീവ്രത വിശ്വാസത്തിൽ അവർക്ക് വന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആമുഖമായിട്ട് ആദ്യം ഇതാണ് പറയുന്നത്, ദാലികുമാ മിമ്മാ അല്ലമനി റബ്ബി, ഇത് റബ്ബ് എന്നെ പഠിപ്പിച്ചതാണ്, എൻ്റേതല്ല. കാരണം ഇതൊരു ഗൈബ് പറയുന്നത് പോലെയാണ്, ഗൈബ് പറയുന്നത് പോലെയാണ്. ഈ ജ്യോത്സ്യന്മാർ, അതേപോലെ തന്നെ ഈ പണിക്കന്മാർ, ഇങ്ങനത്തെ ആളുകളോടാണ് ഇമ്മാതിരി കാര്യങ്ങൾ ചോദിച്ചിട്ട് ആളുകൾ പോവുക. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ഒരു അന്ധവിശ്വാസം തന്നെക്കുറിച്ച് പുലർത്താതിരിക്കാനാണ് ആദ്യേ ദാലികുമാ മിമ്മാ അല്ലമനി റബ്ബി എന്ന് പറഞ്ഞത്. നോക്കി, ഇത് ആ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ പറഞ്ഞാൽ മതി ദാലികുമാ മിമ്മാ അല്ലമനി റബ്ബി എന്ന്. പക്ഷേ വ്യാഖ്യാനം പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞുതരും ദാലികുമാ മിമ്മാ അല്ലമനി റബ്ബി എന്ന് അദ്ദേഹം ആമുഖത്തിൽ തന്നെ ആമുഖമായിട്ട് തന്നെ പറയുകയാണ്. കാരണം ആളുകളുടെ വിശ്വാസം ഇത്തരം മേഖലകളിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, പെട്ടെന്ന് കളങ്കപ്പെടും, ആളുകൾ അന്ധവിശ്വാസത്തിൽ പോകും. ഇതാണ് നബിമാർ പുലർത്തിയ സൂക്ഷ്മത. പക്ഷേ ഇന്ന ആളുകൾ അതൊക്കെ മൂപ്പരെ കഴിവാണെന്നാണ് പറയാം. അതിനൊക്കെ മൂപ്പർക്ക് കഴിയും, അതൊക്കെ മൂപ്പരെ കഴിവാണ്. ആദ്യം ഒരു പ്രസംഗം കേട്ടില്ലേ, മടവൂർ ഷെയ്ഖിനെ കുറിച്ചാണ്. ആദ്യമൊക്കെ പിന്നെ മടവൂർ ഷെയ്ഖിനോട് രോഗം മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പറഞ്ഞിട്ട് പിന്നെ രോഗം മാറ്റാൻ പറഞ്ഞു എന്നാണ്. പിന്നെ മൂപ്പര് പറയുന്നത് ഞാൻ എന്നെ മാറ്റി കൊടുക്കും, ഞാൻ മാറ്റിക്കണ്, ഞാൻ എന്നെ മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞല്ലേ. ഇങ്ങനെയാണ് ആളുകൾ എന്ത് ചെയ്യണത്, ചകത്തിന് ജീവൻ ഒടിയിച്ചു അവർ. ഇങ്ങനെയൊക്കെ പടച്ചവൻ്റെ പ്രത്യേകതകൾ വരെ ആളുകൾ ഏറ്റു പറയുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോഴാണ് നമ്മൾ ഈ നബിമാരുടെ ശൈലികൾ, നബിമാരുടെ ഈ പ്രയോഗങ്ങളുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവർ രണ്ടുപേരെയും ഇങ്ങനെ നിർത്തി.
യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവരുടെ ആവശ്യം അവർക്ക് നിർവഹിച്ചു കൊടുക്കണം. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒരാവശ്യമുണ്ട്. ആ ആവശ്യം അദ്ദേഹത്തിന് സ്വാർത്ഥമായ ഒന്നല്ല, പിന്നെയോ ഇവരുടെ തന്നെ നന്മയ്ക്ക് വേണ്ട ആവശ്യമാണ്. അതാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇനി അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിൽ ആദ്യം ലാ ഇലാഹ ഇല്ലല്ലയിൽ എന്താ? ലാ ഇലാഹ ഇല്ലല്ലയിൽ എന്താ? ആദ്യം ലാ ഇലാഹയാണ്, ഒരു ഇലാഹും ഇല്ല എന്നുള്ളതാണ്, നിരാകരണമാണ്. കാരണം ആദ്യം നിരാകരണം വേണം, അവിടെ ശുദ്ധാകണം, എന്നിട്ട് പിന്നെ ഇല്ലല്ല വരണം. അതേപോലെ തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, അള്ളാഹുവെ വിശ്വസിച്ച് അംഗീകരിക്കാത്ത ഒരു ജനവിഭാഗത്തിൻ്റെ മില്ലത്തിനെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. മില്ലത്ത് ഉണ്ടെങ്കിൽ അവിടെ ദീൻ, ആദർശം, മില്ലത്തിനെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിലെത്തുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ആളുകളുടെ വിശ്വാസമാണിത്. അവർ ലാ യുഅ്മിനൂന ബില്ലാഹ്. മാത്രമല്ല വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, വഹും അവർ ബിൽ ആഖിറ, ആഖിറത്തിൽ ഹും കാഫിറൂൻ, ഉണ്ട് അവർ അത് ഉറപ്പിച്ച് പറയണം, അവർ ആഖിറത്തിൽ അവിശ്വാസികളുമാകുന്നു. അപ്പോൾ ആഖിറത്തിൽ അവിശ്വാസികളായ, അള്ളാഹുവെ സത്യപ്പെടുത്തി അംഗീകരിക്കാത്ത ജനതയുടെ മില്ലത്തിനെ ഇന്നി തറക്തു, ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. ആ ആദർശത്തിൽ കഴിയുന്നവരാണ് ഈ രണ്ട് യുവാക്കളെയും ജയിലിലാക്കിയത്, ഈജിപ്തിലെ ആളുകൾ. അതുകൊണ്ട് തന്നെ ആദ്യം അദ്ദേഹം ഈ മില്ലത്ത് എൻ്റെ മില്ലത്തല്ല എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരെ പരിചയപ്പെടുത്തി. ഇനി എന്താണ് എൻ്റെ മില്ലത്ത് എന്നുള്ളതാണ് പറയുന്നത്. വത്തബഅതു മില്ലത ആബായി, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അത് പിന്നീട് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. ചില കാര്യങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് അതിൻ്റെ തുടർച്ചയിൽ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹ് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.